ഉപ്പുതറ ടൗൺ ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്നു. അനധികൃത പാർക്കിംഗാണ് ഇതിന് പ്രധാന കാരണം. ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളില്ലാത്തതാണ് ടൗണിൽ അനധികൃത പാർക്കിംഗ് വർദ്ധിക്കുവാൻ ഇടവരുത്തുന്നത്. വിഷയത്തിൽ പഞ്ചായത്ത് വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. ആദ്യകാല കുടിയേറ്റ ഗ്രാമമാണ് ഉപ്പുതറ. വികസന കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും ഇന്നും ഉപ്പുതറയ്ക്ക് കൈവരിക്കാനായിട്ടില്ല. ദിവസം തോറും ഉപ്പുതറ ടൗണിൽ ഗതാഗത പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നതും ഉപ്പുതറ ടൗണിൽ തന്നെ. ഉപ്പുതറ വലിയപാലം മുതൽ KCB ജംഗ്ഷൻ വരെ ദിവസം മുഴുവനും എന്ന പോലെ തന്നെ ഗതാഗത കുരുക്കാണ്. കുരുക്കിനിടയിലൂടെയാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്നത്. നേരം പുലരുമ്പോൾ തന്നെ സ്വകാര്യ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശവും നിരക്കും. പിന്നെ ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാനുള്ള വീതി മാത്രമാവും ഇവിടെ ഉണ്ടാവുക. ഇതിലൂടെ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ എത്തുമ്പോൾ ഗതാഗത കുരുക്കും ആരംഭിക്കും. വാഹനങ്ങൾ തോന്നുമ്പോൾ നടുക്കൊണ്ട് പാർക്ക് ചെയ്യുന്നു. മറ്റുള്ള ആളുകൾ നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇത് കാരണം അപകടങ്ങൾ പെരുകുവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പരപ്പിൽ ഒരു വാഹനം വന്നിടിച്ച് ഒരാൾ വളരെ ഗുരുതരാവസ്ഥയിൽ മരിക്കുമ്പോഴേ കിടക്കുകയാണ്. അപ്പോൾ ഇതേപോലുള്ള സംഭവങ്ങൾ ഉപ്പുതറയിലും ആവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയായി മാറിയിരിക്കുകയാണ്. കാരണം വാഹനം വന്ന് നടന്നിരുന്നു, സൈഡ് ഒതുക്കിയിടാൻ സ്ഥലങ്ങളില്ല. അപ്പം ഈ വാഹനം പെരുകുന്നതനുസരിച്ചുള്ള ഒരു സാഹചര്യങ്ങൾ ഉപ്പുതറ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ടൗണിൻ്റെ മെയിൻ റോഡിൻ്റെ സൈഡുകളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പരമാവധി അപകടങ്ങളിൽ നിന്നും നടപടികൾ സത്യമായി സ്വീകരിക്കണമെന്നാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അടക്കം രോഗികളുമായി ആംബുലൻസ് കടന്നുപോകുന്ന റോഡിലാണ് നിരന്തരം ഗതാഗത കുരുക്കുണ്ടാകുന്നത്. ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടിയിട്ടും പഞ്ചായത്ത് ഭരണാധികാരികൾ ഉറക്കത്തിലാണ്. ഗതാഗത കുരുക്കിൽപ്പെട്ട നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നടപ്പാത കയ്യേറി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ കാൽനടക്കാർ നടു റോഡിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഗതാഗത കുരുക്കിൽപ്പെട്ട അപകടമുണ്ടായി മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പഞ്ചായത്തിനോ മറ്റധികാരികൾക്കോ സാധിച്ചിട്ടില്ല. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.